PV അൻവർ എന്ന് പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ മുൻ MLA അദ്ദേഹത്തിന് വേണമെങ്കിൽ മത്സരിക്കാം, വേണമെങ്കിൽ മത്സരിക്കാതിരിക്കാം. UDF ഉന്നയിക്കുന്ന അല്ലെങ്കിൽ മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തോടും പ്രത്യയശാസ്ത്രത്തോടും അദ്ദേഹത്തിന് വേണമെങ്കിൽ പിന്തുണയ്ക്കാം. UDFൻ്റെ ചെയർമാൻ അദ്ദേഹത്തിന് പിന്തുണയ്ക്കാം, UDFൻ്റെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാം, അദ്ദേഹത്തിന് വോട്ട് ചെയ്യാം. അദ്ദേഹം എന്ത് നിലപാട് സ്വീകരിക്കുന്നതിനെ സംബന്ധിച്ച് UDFന് യാതൊരു ആശങ്കയില്ല. ഇപ്പോൾ ഇന്ന് സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുത്തു. നിങ്ങളെല്ലാവരും മാധ്യമപ്രവർത്തകരെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആയിരക്കണക്കിന് വരുന്ന നിലമ്പൂർ ജനതയുടെ പിന്തുണയോട് കൂടിയിട്ടാണ് സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ 100% വലിയ ആത്മവിശ്വാസത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കാരണം 9 വർഷക്കാലമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഒരു ഗവൺമെൻറ്റിനെ ഈ നാട്ടിലെ സാധാരണക്കാരായ 3.5 കോടിയിൽ പരം വരുന്ന ജനങ്ങൾക്ക് വേണ്ടി വിലയിരുത്തുവാൻ വേണ്ടി ഒരു അവസരമായിട്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. നമുക്കറിയാം, 9 വർഷക്കാലത്രയും നടന്ന തെരഞ്ഞെടുപ്പ്, തൃക്കാക്കരയിൽ തെരഞ്ഞെടുപ്പ് നടന്നു. സർക്കാരിനെയാണ് വിലയിരുത്തിയത്. അവർ സർക്കാരിന്റെ വിലയിരുത്തലാണെങ്കിൽ ഇന്ന് പ്രധാനപ്പെട്ടൊരു കോൺഗ്രസ് നേതാവിന്റെ ഒരു പ്രതികരണം അല്പം മുമ്പ് കണ്ടതാണ്. നിലമ്പൂരിലുള്ള ഇടതുപക്ഷ സ്ഥാനാർത്ഥി നിലമ്പൂരുകാരനാണ് എന്ന് LDF പറയുന്നു. പിന്നെ എന്തിനാണ് അദ്ദേഹം ഷൊർണൂരിൽ നിന്ന് ട്രെയിൻ കയറി നിലമ്പൂരിൽ വന്ന് നിലമ്പൂരിൽ സ്വീകരണം കൊടുത്തത്? അങ്ങനെ സ്ഥാനാർത്ഥിയെ വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്യുന്നത് പിന്നെ എന്തിനാണ്? സർക്കാരിന്റെ വിലയിരുത്തലാണെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞാൽ പോരെ? അതിന്റെ ഒരു സംശയമാണ്. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് LDFും UDFും തമ്മിലുള്ള രാഷ്ട്രീയ പോരാട്ടമാണ്. പക്ഷെ സ്വാഭാവികമായിട്ടും മത്സര രംഗത്തുള്ള സ്ഥാനാർത്ഥികൾ, പ്രധാന സ്ഥാനാർത്ഥികൾ എന്ന നിലയ്ക്ക് രണ്ടു കൂട്ടരെയും ഇവിടെ വിലയിരുത്തും. അത് സ്വരാജ് തിരുവനന്തപുരത്ത് നിന്ന് വണ്ടി കയറി എല്ലാ റെയിൽവേ സ്റ്റേഷനുകളും സ്വീകരണം മേടിച്ച് അദ്ദേഹം നിലമ്പൂരിലെ ജനതയുടെ സ്വീകരണം അല്ല മേടിക്കുന്നത്. ഇവിടെ അദ്ദേഹം എന്തൊക്കെ ചെയ്തിരുന്നു എന്നതിനെ സംബന്ധിച്ച് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടാൻ പോവുകയാണ്. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് UDF സ്ഥാനാർത്ഥി മികവ് വെച്ച് പരിശോധിച്ച് നോക്കിയാൽ UDFൻ്റെ സ്ഥാനാർത്ഥി 1ാം സ്ഥാനത്താണെന്ന് ഞങ്ങൾക്ക് വലിയ ആത്മവിശ്വാസത്തോടെ പറയാൻ പറ്റും. കാരണം ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പർ എന്ന നിലയ്ക്ക് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളുണ്ട്, ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളുണ്ട്, നഗരസഭയുടെ ചെയർമാൻ എന്ന നിലയ്ക്ക് നടത്തിയ പ്രവർത്തനങ്ങളുണ്ട്. അധികാരം ഒന്നും ഇല്ലാത്തപ്പോൾ പോലും ഈ നിയോജക മണ്ഡലത്തിലെ സാധാരണക്കാരായ ആദിവാസികൾ, ദളിതുകളായ ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് വലിയ തരത്തിലുള്ള പോരാട്ടങ്ങൾ നയിച്ചിട്ടുണ്ട്. ഇവിടെ പ്രകൃതിക്ഷോഭം ഉണ്ടായപ്പോൾ കവളപ്പാറ ഉൾപ്പെടെ, അതുപോലെ തന്നെ ഈ ഒരു നിയോജക മണ്ഡലം പ്രളയത്തെ അഭിമുഖീകരിച്ചപ്പോൾ, വയനാട്ടിലെ ദുരന്തമുണ്ടായ സമയത്തൊക്കെ, കോവിഡിന്റെ സമയത്തൊക്കെ ഈ ജനതയ്ക്കൊപ്പം നിന്ന സ്ഥാനാർത്ഥിയാണ് UDF. അപ്പുറത്തുണ്ടോ എന്നൊക്കെ നമുക്കത് പരിശോധിക്കേണ്ടി വരും. ശരി, ആമുഖമായി ഈ കാര്യങ്ങൾ മതിയാവുമെന്ന് എനിക്ക് തോന്നുന്നു.